നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നേഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നേഴ്സിന്റെ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ. ആറളം സ്വദേശിനിയായ ഹോം നേഴ്സിനെയും ഭർത്താവിനെയും പിടികൂടാൻ വ്യാപക തിരച്ചിൽ. പെരിങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തലശ്ശേരി തൊട്ടിൽപ്പാലം റോഡിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് കേസെടുത്തത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ആഗസ്റ്റിൽ നാടിനായി സമർപ്പിക്കും. കൊടുവള്ളിയിൽ വർഷങ്ങളായി തുടരുന്ന വാഹനക്കുരുക്കിനാണ് ഇതോടെ പരിഹാരമാവുക. രാജ്യത്തുടനീളം തീർപ്പാകാതെ കിടക്കുന്ന നിയമപരമായ കേസുകൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയുടെയും നാഷണൽ ലീഗൽ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിന് ജില്ലയിലും തുടക്കമായി. വാർത്തകൾ വിശദമായി. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നേഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നേഴ്സിന്റെ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ. ആറളം സ്വദേശിനിയായ ഹോം നേഴ്സിനെയും ഭർത്താവിനെയും പിടികൂടാൻ തിരച്ചിൽ ഊർജിതമാക്കി. മാഹി CI അനിൽകുമാറും സംഘവും അടങ്ങുന്ന അന്വേഷണ സംഘമാണ് ആറളം വെള്ളിമാനം കോളനിയിലെ പനച്ചിക്കൽ ഹൗസിലെ അനിയൻ ബാവ എന്ന പി ദിനേഷ് എന്ന 23-കാരനെ ആറളത്ത് വെച്ച് തിങ്കളാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമേയ ക്വാർട്ടേഴ്സിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ കളവുപോയത്. രമ്യ കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലെ നഴ്സാണ്. ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ്. ഇവർക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ പരിപാലിക്കാൻ ഹോം നഴ്സിനെ ആവശ്യമായി വന്നതോടെയാണ് തലശ്ശേരി മിത്രം ഏജൻസിയെ സമീപിച്ച് ഹോം നഴ്സിനെ ഏർപ്പാടാക്കിയത്. ആറളം സ്വദേശിനി ഷൈനിയാണ് ജോലിക്കായി രമ്യയുടെ വീട്ടിലെത്തിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷൈനിയുടെ പെരുമാറ്റം ഇഷ്ടമാകാഞ്ഞതിനാൽ വീണ്ടും ഏജൻസിയെ സമീപിച്ച് പ്രായം ചെന്ന ഹോം നഴ്സിനെ ഏർപ്പാടാക്കി തരാൻ ആവശ്യപ്പെട്ടു. രമ്യയുടെ ഭർത്താവ് ഷിബുകുമാർ കൊല്ലത്താണ് ജോലി ചെയ്യുന്നത്. 2 ചെറിയ കുട്ടികളുമായിട്ടാണ് രമ്യ വാടക വീട്ടിൽ താമസിച്ചത്. ഇതിനിടെ ജോലിക്ക് വന്ന ഷൈനി ജോലി മതിയാക്കി ആറളത്തേക്ക് തിരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഷൈനി തന്ത്രപൂർവ്വം വീട്ടിന്റെ താക്കോൽ കൈക്കലാക്കിയിരുന്നു. മറ്റൊരു താക്കോൽ കൂടി ഉള്ളതിനാൽ വീട്ടുകാർ അത്ര കാര്യമാക്കിയില്ല. ശനിയാഴ്ച ഇവർ ക്യാൻസർ സെന്ററിലേക്ക് കുട്ടികളെ അടുത്ത വീട്ടിലാക്കി ഡ്യൂട്ടിക്കായി പോയി. അന്ന് രാത്രിയാണ് മോഷണം നടന്നത്. ഹോം നഴ്സിന്റെ കൂട്ടാളികളായ പിടിയിലായ ദിനേഷ് എന്ന അനിയൻ ബാവയും ചേട്ടൻ ബാവ ദിലീപ് എന്നിവരും ഷൈനി നൽകിയ താക്കോൽ ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വാതിൽ പൂട്ടി താക്കോൽ ജനവാതിലിലൂടെ അകത്തേക്ക് ഇട്ടെന്നും മാഹി CI അനിൽകുമാർ പറഞ്ഞു. 25 പവനോളം സ്വർണ്ണം കാണുന്നില്ല എന്ന് പറഞ്ഞാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ അവിടെ ഹോം നേഴ്സായിട്ട് 3 ദിവസം മുമ്പേ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ലേഡീനെ പറ്റിയിട്ട് നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതി നൽകി. അപ്പോൾ ഈ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു 3 ടീം സ്ക്വാഡ് ഫോം ചെയ്ത്, അതിൽ SI സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈം ടീം, പിന്നെ മാഹി CI എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം, അതർ ദാൻ ദാറ്റ് ക്രൈം ASI ശ്രീജേഷ്, സുരേഷ്, ക്രൈം SI സുരേഷ്, സുരേന്ദ്രൻ, വിനീഷ്, രാജേഷ് എന്നിവരൊക്കെ അടങ്ങുന്ന, പിന്നെ റിംഷ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു ടീം. അങ്ങനെ ഈ 3 ടീമും വ്യാപകമായിട്ട് നടത്തിയ CDR, പിന്നെ അതുപോലെ CDR ബേസ് ചെയ്തിട്ട് ടവർ ലൊക്കേഷൻ, പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആറളത്ത് ആറളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ദിനേഷ് എന്ന അനിയൻ ബാവ എന്ന ആളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ട് ഏജ് 23 വയസ്സ്. കസ്റ്റഡിയിലെടുത്തിട്ട് പിന്നെ ഇൻ്ററോഗേറ്റ് ചെയ്യുമ്പോൾ സംഭവത്തിനെ പറ്റിയിട്ട് അവർ കുറച്ച് വിവരങ്ങൾ തരികയും പിന്നെ ഒരു 15 പവനോളം സ്വർണ്ണം അവരുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ഒരു ഹോർലിക്സ് ബോട്ടലിൽ ഇട്ടിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട നിലയിൽ അവിടുന്ന് റിക്കവർ ചെയ്യുകയും ചെയ്തു.
പിന്നെ ഇയാളെ അന്വേഷിക്കുമ്പോൾ ഇയാളെ ചേട്ടൻ പിന്നെ പുള്ളിനെ ചേട്ടൻ ബാവ എന്നാണ് പറയുക. അപ്പോൾ ചേട്ടൻ ബാവ എന്ന് വിളിക്കുന്ന ദിലീപ്. അപ്പോൾ ദിലീപ് പിന്നെ അവരുടെ ഭാര്യ ഷൈനി, ഇവർ രണ്ടാൾക്കാരാണ് പിന്നെ ഇതിൽ ചെയ്തതായിട്ട്, ഇവർ 3 പേര് ചേർന്നിട്ട് ചെയ്തതായിട്ടാണ് ഇവർ പറയുന്നത്. രമ്യയുടെ പരാതിയിൽ മാഹി പോലീസ് 3 സ്ക്വാഡുകളായി തിരിഞ്ഞ് ഹോംനേഴ്സിനെ ചുറ്റിപ്പറ്റി അന്വേഷണം വ്യാപിപ്പിച്ചു. 6-ത്തെ അന്വേഷണത്തിൽ പ്രതികളിലൊരാളായ ദിനേശിനെ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഷൈനിയുടെ വീടിന്റെ പിൻവശത്ത് കുഴിയെടുത്ത് 15 പവൻ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കുഴിയെടുത്ത സ്ഥലം കാണാതിരിക്കാൻ ഇതിനുമേലെ ബക്കറ്റ് കമഴ്ത്തി വെച്ചിരുന്നു. മറ്റ് 2 പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും CI അറിയിച്ചു. 16ഓളം കേസുകൾ ആറളം പോലീസ് സ്റ്റേഷനിലുണ്ട്. ആറളം പോലീസ് സ്റ്റേഷനും കേരളത്തിൻ്റെ മറ്റുള്ള സ്റ്റേഷനുകളുമായിട്ടുണ്ട്. അതല്ലാണ്ട് ഇവരുടെ പേരിൽ കാപ്പ ചുമത്തിയിട്ട് വിയൂർ ജയിലിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരും മലയാളികളാണ്. 2 പേരുടെ പേരിലും കാപ്പ ചുമത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരും വിയൂർ ജയിലിലുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കേസസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തന്നെയാണ്. ഓൾമോസ്റ്റ് 16 കേസുകൾ ഓൾറെഡി ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള പോലീസ്. ഇപ്പോൾ വിവിധ സ്റ്റേഷനുകളിലായിട്ട് അതിൽ മോഷണ കേസുമുണ്ട്, അടിപിടി കേസുകളും ഉണ്ട്. ഹോംനേഴ്സ് എന്ന് പറയുന്നത് ഇവൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അവരവിടുന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടുന്ന് ചാവി കൈക്കലാക്കിയിട്ട് വീടിൻ്റെ കീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 2 കീ, അതിൽ 1 കീ മിസ്സിംഗ് ഇവർ വന്ന ദിവസം തന്നെ 1 കീ മിസ്സിംഗ് ഇവർ പറയുകയാണ്. ആ ഒരു വീട്ടിൻ്റെ കീ. അപ്പോൾ അതിന് ശേഷം ഇവർ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതും ഇവരെ ആക്ടിവിറ്റീസ് പിടിക്കാത്തത് കൊണ്ട് പിന്നെ തലശ്ശേരിയിലുള്ള മിത്രം എന്ന് പറഞ്ഞ ഒരു ഹോം നഴ്സിംഗ് ഏജൻസിയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ മിത്രം എജൻസിൻ്റെ മിത്രം അതിൻ്റെ പ്രൊപ്പറേറ്റർ മണിമേഖല എന്നവരോട് ഈ നമ്മുടെ കംപ്ലൈനൻ്റ് നേഴ്സ് ഫോൺ ചെയ്തിട്ട് ഇവരെ എനിക്ക് മാറ്റി തരണോ, കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡായ ആൾക്കാർ വേണമെന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ റീകോൾ ചെയ്ത്. ബാക്കി 10 സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് എത്തുമ്പോൾ ഷൈനിയും ദിലീപും വീട് പൂട്ടി സ്ഥലം വിട്ടിരുന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇവരെ അന്വേഷണ സംഘം പിന്തുടരുകയാണ്. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാറിന്റെ അന്വേഷണ സംഘത്തിൽ പള്ളൂർ SI VP സുരേഷ് ബാബു, ക്രൈം SIമാരായ V സുരേഷ്, സുരേന്ദ്രൻ, ASIമാരായ വിനീഷ്, ശ്രീജേഷ്, സുജിത്ത്, വിനീത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. അനിയൻ ബാബയുടെ പേരിൽ 16ഓളം കേസുകൾ കേരള പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിലവിലുണ്ട്. അടിപിടി, മോഷണം എന്നീ കേസുകളാണ് ഇവ ഏറെയും. 2023 മുതൽ 24 വരെ കാപ്പ ചുമത്തി തൃശൂർ വിയൂർ ജയിലിൽ അടച്ചിരുന്നു. പെരിങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ചുക്ലി പോലീസ് കേസെടുത്തു. തലശ്ശേരി തൊട്ടിൽപ്പാലം റോഡ് സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് ബസ് തൊഴിലാളികൾ. അതേസമയം കണ്ടക്ടർ അസഭ്യവർഷം നടത്തിയെന്നും തള്ളിയിട്ടെന്നും കാണിച്ച് വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. KL 58W 2529 നമ്പർ ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. പെരിങ്ങത്തൂരിൽ വെച്ചായിരുന്നു സംഭവം. ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് പാസ് ഇല്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ഒരുത്തന്റെ ഔദാര്യമല്ല, പൈസ തരുന്നില്ല. പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ ഇറക്കിയോ? മനസ്സിലായിക്കോ? വിദ്യാർത്ഥിനിയെ ഇറക്കിവിട്ടെന്നും തള്ളിയിട്ടെന്നും ആരോപിച്ച് ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കൾ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഇത്തരത്തിൽ പരാതി ഉയർന്നപ്പോൾ തന്നെ ബസ്സിലെ ദൃശ്യങ്ങളടക്കം കാണിച്ച് സത്യാവസ്ഥ ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും അടുത്ത തവണ ഫുൾ ചാർജ് ഈടാക്കുമെന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നും വിഷ്ണു വ്യക്തമാക്കി. തൊട്ടിൽപ്പാലത്ത് നിന്ന് തലശ്ശേരിക്ക് വരുന്ന വഴി കല്ലാച്ചിയിൽ നിന്ന് 3-4 വിദ്യാർത്ഥികൾ കയറി.
അവരിൽ നിന്ന് പാസ് ചോദിച്ചപ്പോൾ അവർ പാസ്സില്ല എന്നും പറയുകയുണ്ടായി. അപ്പോൾ പാസ്സില്ലാണ്ട് പാസ് എടുക്കില്ലെന്നും പിന്നെ അവർ തന്ന കൺസെഷൻ ചാർജ് എത്രയാണ് അത് ഞാൻ വാങ്ങി പോക്കറ്റിലിട്ടു. അപ്പോൾ ഞാൻ ബാക്കോട്ട് നീങ്ങുകയുണ്ടായി. അപ്പോൾ ഇനി ഞാൻ ഇതും പറഞ്ഞു, ഇനി പാസ്സില്ലാണ്ട് നാളെ പാസ് എടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറകോട്ടേക്ക് നീങ്ങിയത്. പിന്നീട് തലശ്ശേരിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് വരുന്ന വഴി പെരിങ്ങത്തൂർ വെച്ച് ഒരു ആറംഗ സംഘം ഗുണ്ടകൾ എന്നെ ആക്രമിക്കുകയുണ്ടായി. ആക്രമിച്ച ആൾ നിൻ്റെ മുതലാളി പാസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിനോന്ന് ചോദിച്ചിട്ടാണ് ആക്രമിക്കുകയുണ്ടായത്. പിന്നെ അവരുടെ എന്താ പറയുക, അവരുടെ ഭാര്യയെ തള്ളിവിട്ടെന്നോ ഫോണ് തട്ടിത്തെറിപ്പിച്ചെന്നോ അതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ ഒരു കാരണങ്ങളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മൂക്കിൽ താക്കോൽ ഉപയോഗിച്ച് കുത്തി രക്തം വന്നതായും വിഷ്ണു പറഞ്ഞു. ബസ്സിൽ കുട്ടികളടക്കമുള്ള സ്ത്രീ യാത്രക്കാർ ഉള്ളപ്പോഴാണ് കണ്ടക്ടറെ ആക്രമിക്കുന്നത്. മർദ്ദനം കണ്ട് ഇവർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷ്ണുവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെന്നും ബസ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ VP മുകുന്ദൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ബസ്സുകൾ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിനിറങ്ങുമെന്നും മുകുന്ദൻ മുന്നറിയിപ്പ് നൽകി. തൊഴിലാളിയെ ദാരുണമായി വർദ്ധിച്ച് എന്നുവെച്ചാൽ വളരെ അതിദാരുണമായി വർദ്ധിച്ച് ആ സ്ഥിതിയിൽ തൊഴിലാളി ഹോസ്പിറ്റലിൽ ഇത്തരം മർദ്ദനങ്ങൾക്ക് നമ്മൾ 100% പ്രതിഷേധം അറിയിക്കുന്നു. അതുപോലെ ഈ മർദ്ദിച്ചവരെ ഈ ഗുണ്ടകളെ എന്ന് പറയാം. വെച്ചാൽ ഒരു ബസ്സിൽ ഒരു കണ്ടക്ടർ 5 or 6 പേര് കാര്യം മർദ്ദിച്ചിട്ട് അവരിറങ്ങി പോവുകയാണ്. അപ്പോൾ അവരെ എന്തായാലും നമ്മുടെ യൂണിയൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം തന്നെയാണ്. അങ്ങനെ ഒരു സംവിധാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇല്ലെങ്കിൽ നമ്മൾ അനിശ്ചിതകാലത്തേക്ക് ബസ് പണിമുടക്കും. ഇന്ന് തൊഴിലാളികൾ ബസ് പണിമുടക്കാൻ തീരുമാനിച്ചായിരുന്നു. നമ്മുടെ യൂണിയൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഇന്ന് ബസ് ഓടും. അപ്പോൾ നാളെ മുതൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ബസ് പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കണ്ടക്ടർ മോശമായി പെരുമാറിയെന്നും പിടിച്ചു തള്ളിയെന്നും ആരോപിച്ച് വിദ്യാർത്ഥിനിയും നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ആഗസ്റ്റിൽ നാടിന് സമർപ്പിക്കും. കൊടുവള്ളിയിൽ വർഷങ്ങളായി തുടരുന്ന വാഹനക്കുരുക്കിനാണ് ഇതോടെ പരിഹാരമാവുക. കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങളിലൊന്നാണ് കൊടുവള്ളിയിലേത്. കൊടുവള്ളിയിലെ വർഷങ്ങളായുള്ള വാഹനക്കുരുക്കുകൾക്ക് ശാശ്വത പരിഹാരവും പ്രതീക്ഷയുമാകുന്ന റെയിൽവേ മേൽപ്പാലം ആഗസ്റ്റിൽ നാടിന് സമർപ്പിക്കും. കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങളിലൊന്നായ കൊടുവള്ളി മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. 2021 ജനുവരി 23-ന് 2 വർഷത്തെ കാലാവധി അനുവദിച്ച് മേൽപ്പാല നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ, നഷ്ടപരിഹാര തർക്കങ്ങൾ, കേസ് പ്രക്രിയ, വീടുകളും സ്ഥാപനങ്ങളും ഒഴിപ്പിക്കൽ, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് തുടങ്ങിയ നിരവധി തടസ്സങ്ങൾ അതിജീവിച്ചാണ് പാലം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. പാലത്തിന്റെ മുകളിൽ സോളാർ പാനൽ ലൈറ്റുകളും വഴിവിളക്കുകളും സ്ഥാപിച്ചു. പെയിന്റിങ്ങും റോഡ് മാർക്കിങ്ങും പൂർത്തിയായി. സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള മലബാറിലെ ആദ്യ മേൽപ്പാലമാണിതെന്ന പ്രത്യേകതയും കൊടുവള്ളി പാലത്തിനുണ്ട്. 313.60 മീറ്റർ നീളവും 10.05 മീറ്റർ വീതിയുമുണ്ട്. കൊടുവള്ളിയിൽ പഴയ ബാങ്ക് കെട്ടിടത്തിന് സമീപത്തുനിന്ന് റെയിൽവേ സിഗ്നൽ ലൈറ്റിന് സമീപം വരെയാണ് മേൽപ്പാലം ഉയരുന്നത്. ഇത് ഗതാഗതത്തിനായി തുറന്നു നൽകിയാൽ കൊടുവള്ളിയിൽ വർഷങ്ങളായി തുടരുന്ന വാഹനക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് നാടിന്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി ആഗസ്റ്റിൽ പാലം നാടിന് സമർപ്പിക്കും. രാജ്യത്തുടനീളം തീർപ്പാകാതെ കിടക്കുന്ന നിയമപരമായ കേസുകൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയുടെയും നാഷണൽ ലീഗൽ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിന് ജില്ലയിലും തുടക്കമായി. ജില്ലയിൽ പരിഗണിച്ച 600 കേസുകളിൽ 50 രമ്യതയിൽ തീർക്കാൻ സാധിച്ചുവെന്ന് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാനും മീഡിയേഷൻ സെൻറ്റർ ജില്ലാ കോർഡിനേറ്ററുമായ KT നിസാർ അഹമ്മദ് അറിയിച്ചു. മീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടതിയിൽ നിലവിലുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ് മീഡിയേഷൻ. ഇതിൽ പരിഗണനയ്ക്ക് വരുന്നത് പരിഗണിക്കാൻ പറ്റുന്നത് സിവിൽ കേസുകളും
ക്രിമിനൽ കേസുകളാവുമ്പം രാജിയാകാവുന്ന, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള കേസുകളും മറ്റ് കുടുംബ തർക്കങ്ങൾ ഉൾപ്പെടുന്ന ഫാമിലി കോടതിയിലെ കേസുകൾ, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ പരിക്കുകൾ, വാഹനാപകടത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരത്തിനുള്ള കേസുകൾ, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ബന്ധപ്പെട്ടുള്ള വ്യാവസായികമായ തർക്കങ്ങൾ, ലേബർ ഡിസ്പ്യൂട്ട്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം കേസുകളൊക്കെ മീഡിയേഷനിലൂടെ പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ രമ്യമായി പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. മീഡിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേസ് കൈകാര്യം ചെയ്ത് സെറ്റിൽ ചെയ്ത് തീർക്കുമ്പോൾ ഒരു പക്ഷേ സാധാരണഗതി തീർക്കുന്ന ആ കേസ് മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെക്ക് സംബന്ധമായ കേസ്, അദ്ദേഹത്തിൻ്റെ കേസ് ഉണ്ടാകുന്നത് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്, ആ ചെക്ക് തന്നു, ചെക്ക് മടങ്ങി, അതിനാണ് കേസ് തന്നത്. അപ്പോൾ പൈസ കിട്ടൽ മാത്രമാണ് ആ കേസിൽ ഉണ്ടാകുന്നത്. ആ കേസ് നമുക്ക് വേണമെങ്കിൽ അദാലത്തിലേക്ക് പ്രിഫർ ചെയ്ത് ആ കേസ് അവർ പറഞ്ഞ് തീർത്ത് അവർക്ക് 1 ലക്ഷം കിട്ടാനുള്ള ഒരു പക്ഷേ 50,000 തീർത്ത് ആ കേസ് തീർപ്പാക്കാൻ പറ്റും. പക്ഷേ മീഡിയേഷനിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആക്ച്വൽ ഡിസ്പ്യൂട്ട് ഈ പണമിടപാടായിരിക്കില്ല. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഫാമിലി ഡിസ്പ്യൂട്ട്സിലൊക്കെയാണ്. കോടതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ കേസ് പറയുന്നതായിരിക്കില്ല അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള, സയൻറ്റിഫിക്കായി ട്രെയിനിങ് കൊടുത്തുള്ള നല്ല അഭിഭാഷകരെ തന്നെ മീഡിയേറ്റേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് 40 years സ്റ്റാറ്റ്യൂട്ടറി ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഈ പ്രോസസ്സ് അവർ ചെയ്യുന്നത്. സിവിൽ കേസുകൾ, വൈവാഹിക തർക്കങ്ങൾ, കുടുംബ തർക്കങ്ങൾ, അപകട ക്ലെയിമുകൾ, ഗാർഹിക പീഡനം, ചെക്ക് ബൗൺസ് കേസുകൾ, വാണിജ്യ തർക്കങ്ങൾ, സർവീസ് കാര്യങ്ങൾ, ക്രിമിനൽ കോമ്പൗണ്ടബിൾ കേസുകൾ, ഉപഭോക്തൃ തർക്കങ്ങൾ, കടം തിരിച്ചുപിടിക്കൽ കേസുകൾ, ഭൂമി ഏറ്റെടുക്കൽ എന്നിവ മീഡിയേഷൻ മുഖാന്തരം രമ്യതയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളെയും അഭിഭാഷകരെയും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ. ഒറ്റയ്ക്കും കൂട്ടമായും വിശ്വസ്തയോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൃത്യമായ പ്രശ്നം കണ്ടെത്തി കേസുകൾ പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ മീഡിയേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ എക്സ്പേർട്ടായിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള മീഡിയേറ്ററാണ് ഇവരെ കേസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെയും ഒറ്റയ്ക്കും ഒരു കൂട്ടായും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആൾ സംസാരിക്കുമ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി തന്നെ ഉറപ്പ് നൽകുന്നതിൻ്റെ തുടർന്ന് ആ കക്ഷി ഉള്ളിൽ തുറന്ന് സംസാരിക്കാൻ റെഡിയാവും. അപ്പോൾ അവരുടെ ആക്ച്വൽ ഡിസ്പ്യൂട്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവരുടെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമായിരിക്കില്ല, അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. അപ്പോൾ ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ കേസുകൾ ഉണ്ടാവാം. ഒരു കോടതി ചെക്ക് കേസാണ്, അതിന് കണക്റ്റഡ് മറ്റ് സിവിൽ കേസുകൾ ചിലപ്പോൾ നിലവിലുണ്ടാവാം. അപ്പോൾ ഈ ഒരു മീഡിയേഷൻ പ്രോസസ്സിലൂടെ അവർ തമ്മിലുള്ള തർക്കം എന്താണെന്ന് കണ്ടെത്തി അതിനവർ സെറ്റിൽ ചെയ്യാൻ സഹായിച്ച് കഴിയുന്നതോടുകൂടി ആ കേസുകളെല്ലാം തീരുന്നു. മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു തർക്കവും ഇനി ബാക്കിയില്ലാതെയോ. അതാണ് മീഡിയേഷൻ്റെ ഏറ്റവും പ്രത്യേകത, കോൺഫിഡൻഷ്യാലിറ്റി. അത് കുടുംബ തർക്കങ്ങൾ, ഇപ്പോൾ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ കൂടുതലും ഇപ്പോൾ കോടതി പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ പലർക്കും അറിയാവുന്നത് പോലെ കോടതി പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല ആക്ച്വലി അവർ തമ്മിൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ ആ മീഡിയേഷനോട് വരുമ്പോൾ മീഡിയേറ്ററുമായി ഡിസ്കസ് ചെയ്ത് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ഉറപ്പ് നൽകുന്നതിൻ്റെ തുടങ്ങി അവർ യഥാർത്ഥ കാര്യങ്ങൾ പറയുകയും അത് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അതാണ് മീഡിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് പോലുള്ള നഷ്ടപരിഹാര കേസുകളാകുമ്പോൾ മീഡിയേഷൻ വഴി തീർക്കുന്നതോടുകൂടി പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ തീരുമാനമായ പൈസ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ എതിർകക്ഷി കോടതി ഡെപ്പോസിറ്റ് ചെയ്യും, പെട്ടെന്ന് പൈസ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ ജനസൗഹൃദവും ചെലവ് കുറഞ്ഞതും സമയം, പണം എന്നിവ ലാഭിക്കാനും സാധിക്കും. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അഭിഭാഷകരെയോ ലീഗൽ സർവീസ് അതോറിറ്റി വഴിയോ ബന്ധപ്പെട്ട മീഡിയേഷനിലേക്ക് മാറ്റാം. നിലവിൽ ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തരം സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ നിയമ സംവിധാനം നൽകുന്നുണ്ട്. ജൂലൈ 1 ആരംഭിച്ച ക്യാമ്പയിൻ സെപ്റ്റംബർ 30 വരെ തുടരും. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട്, ഈ കഴിഞ്ഞ 28 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ജില്ലയിൽ മാത്രം 600ഓളം കേസുകൾ മീഡിയേഷനിൽ റെഫർ ചെയ്തു. അതിൽ ഈ ഒരു മാസം കൊണ്ട് തന്നെ 50ഓളം കേസുകൾ രമ്യതയെ മീഡിയേഷനിലൂടെ തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു ജില്ലയിൽ ഒരു മോട്ടോർ വാഹനാപകട നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കക്ഷി കോടതിയിൽ എത്തിയിട്ടുള്ളത് 3 ലക്ഷം ചോദിച്ചുകൊണ്ടാണ്. പക്ഷേ മീഡിയേഷനിലൂടെ അത് തീർത്തപ്പോൾ അത് 4 ലക്ഷം രൂപയായി കൂടിക്കിട്ടി. അപ്പോൾ അവർക്ക് 4.5 ലക്ഷം രൂപ ആക്ച്വൽ, അപ്പോൾ അതിലൂടെ മീഡിയേഷനിലൂടെ സംസാരിച്ച് അവർക്ക് ശരിക്കുള്ള നഷ്ടം കണക്കാക്കി അത് ആ പൈസ കിട്ടാൻ സാഹചര്യം ഉണ്ടാക്കി. ഇതാണ് മീഡിയേഷൻ്റെ പ്രത്യേകത. ചെറുവാഞ്ചേരി കൊട്ടയോടി റോഡിൽ കലുങ്ക് തകർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു.
റോഡിന്റെ പകുതിയിലധികം ഭാഗം തകർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള ഭാരവാഹനങ്ങളുടെ സഞ്ചാരം മുടങ്ങിയിരിക്കുകയാണ്. ചീരാറ്റ കുഞ്ഞിപ്പള്ളി ചന്തോതുമുക്ക് റോഡിലെ കലുങ്കാണ് പൊട്ടിപ്പൊളിഞ്ഞത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്ത് പൈപ്പിട്ട സ്ഥലത്തെ കലുങ്ക് പൂർണ്ണമായും അമരുകയായിരുന്നു. മരക്കമ്പ് കുത്തിയും ചുവന്ന തുണിയും ബാരിക്കേഡും വെച്ചും അപകട മുന്നറിയിപ്പ് സ്ഥാപിച്ചതിനാൽ ദുരന്തം ഒഴിവായി. KP മോഹനൻ MLA സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടാവസ്ഥ ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ MLA നിർദ്ദേശിച്ചതിനെ തുടർന്ന് പൊതുമരാമത്ത് റോഡുകൾ അറ്റകുറ്റപ്പണികൾ വിഭാഗം ഉദ്യോഗസ്ഥരും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്ത് യോഗം ചേർന്നു. കലുങ്കിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് ജൂലൈ 18-ന് MLA ഓഫീസിൽ ചേർന്ന പൊതുമരാമത്ത് ജലവിഭവ വകുപ്പ് തല പ്രവൃത്തി അവലോകന യോഗത്തിൽ ചർച്ചയായിരുന്നു. ലോറികളും ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ ശക്തമായി വെള്ളം ഒഴുകുന്നതുമാണ്. പുതിയ കലുങ്ക് നിർമ്മിക്കുന്നതിനുള്ള അടങ്കൽ പൊതുമരാമത്ത് വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതുവരെ ചെറുവാഹനങ്ങൾ പാറേമ്മൽ പീടിക കുന്നിനു താഴെ മദ്രസ റോഡ് വഴിയും വലിയ വാഹനങ്ങൾ ചെറുവാഞ്ചേരി കല്ലുവളപ്പ് ശ്രീനാരായണ മഠം റോഡ് വഴി മരപ്പാലം ചെറുവാഞ്ചേരി റോഡ് വഴിയും പോകേണ്ടതാണെന്നും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പാട്യം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫൈസ് ആരുൾ, വാർഡ് മെമ്പർ KK സമീർ, റോഡ് മെയിന്റനൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ഷിബുജാൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ D ബിന്ധ്യ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ധന്യ, പാനൂർ റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ KP പ്രദീപൻ, ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെർലി ജോസഫ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ C അതുൻ, ഓവർസിയർമാർ എന്നിവർ പങ്കെടുത്തു. എപ്പോ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥയിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടം. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്നു പോയതിനാൽ ഭീതിയിലാണ് യാത്രക്കാരും ഇവിടെയുള്ള കച്ചവടക്കാരും. നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ ആൽമരം വളർന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്നതായി കാണാൻ സാധിക്കും. മഴ പെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം താഴേക്കിറങ്ങി കെട്ടിടത്തിന് ബലക്ഷയവും സംഭവിക്കുന്നുണ്ട്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനടിയിൽ കൂടി സഞ്ചരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്തെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ്. ദിവസവും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന അവസ്ഥയുമുണ്ട്. മുകളിലത്തെ നിലയിൽ പലയിടത്തും കോൺക്രീറ്റ് അടർന്ന നിലയിലാണ്. കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഏതു നിമിഷവും ഒരു അപകടം തന്നെ സംഭവിച്ചേക്കാം എന്ന ഉൾഭയം ഈ ഭാഗത്തുള്ളവർക്കുണ്ട്. എത്രയും വേഗത്തിൽ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തുകയോ പുതുക്കി പണിയാനുള്ള നടപടി സ്വീകരിക്കുകയോ വേണമെന്നാണ് ആവശ്യം. തലശ്ശേരി ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആൽമരം നാടിനൊരു ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതിൻ്റെ അടിത്തറയൊക്കെ ഇളകി വേരുകളൊക്കെ പൊന്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഷോക്കടിച്ച് മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ വഴി ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന ഈ പരിസരത്തിൽ ഈ ആൽമരം ഒരു ഭീഷണിയാവുന്ന അധികാരികൾ കണ്ടില്ലെന്ന് അടിച്ചാൽ വലിയൊരു വിഷമം നമ്മുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണേണ്ടതാണ്. ശുചിത്വ പ്രവർത്തനങ്ങളിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിലൂടെയാണ് ദശലക്ഷക്കണക്കിന് ടൺ മാലിന്യം ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറ്റി അയക്കുന്നതെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് നാദാപുരത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാദാപുരത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാത്തതിൽ മന്ത്രി പ്രതിഷേധം അറിയിച്ചു. അധികം വൈകാതെ MCF നാദാപുരത്ത് സ്ഥാപിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരു പരിപാടികളിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ അത് നടപ്പാക്കണം എന്നാണ് കോടതി ഉത്തരവ്. ഒക്ടോബർ 2-ന് ശേഷം ഇത് ചെയ്താൽ കോടതി അലക്ഷ്യം. അപ്പൊ അതൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വന്നത് കാര്യം അത് മാത്രമല്ല, നമുക്ക് തീരെ നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നാദാപുരത്ത് ഒന്ന് പറയണം എന്ന് തീരുമാനിച്ചത് എന്താണെന്നറിയില്ല. കേരളത്തിലെ 1034 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ആ 1034 തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള മാലിന്യമുക്തം ക്യാമ്പയിൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ, മറ്റ് പാഴ്വസ്തുക്കളും ശേഖരിച്ച് തരംതിരിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ MCF സ്ഥാപിക്കുക എന്നാണ്. ഞാനിത് പരിശോധിച്ച സമയത്ത് 1034-ൽ 1019 ഇതുണ്ട്.
കേരളത്തിൽ 15 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് MCH ഇല്ല എന്ന കുപ്രസിദ്ധിക്ക് അർഹതയുള്ളത്. അതിലൊന്ന് നാദാപുരമാണ്. വലിയ വളർച്ച കൈവരിക്കുന്ന ഒരു നഗരം, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത്, മറ്റെല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലം. എന്നിട്ടും MCH എന്ന പ്രാഥമികമായ ഒരു കാര്യം സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. EK വിജയൻ MLA അധ്യക്ഷനായി. ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ഈ തിരക്കൊഴിവാക്കാനും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വ്യാപാര സമുച്ചയങ്ങൾ ഉയരാനും മറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും. ഇന്നത്തെ ഭരണസമിതിക്ക് അതിനുള്ള കാലയളവ് സമയം അനുവദിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു തുടക്കം അതിനുവേണ്ടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ജനകീയ പ്രശ്നങ്ങളിൽ നമ്മൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊക്കെ സ്ഥലം നമുക്ക് ലഭിക്കണം. അതിന്റെ തടസ്സങ്ങളാണ് ഇപ്പം നമ്മൾ അലട്ടുന്നത്. ഒന്ന് കല്ലാച്ചിയുടെ വികസന പ്രവർത്തനത്തിന്, കല്ലാച്ചി ടൗണിന്റെ വികസനത്തിന് മാത്രം 3 കോടി രൂപ ലഭിച്ചത് നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ വീതി കൂടിയ ഭാഗത്ത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പരിശ്രമം നടത്തിയിട്ട് വീതി കൂടിയ ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന്. അതിനെല്ലാവരുടെയും സഹായങ്ങൾ അവിടെ മാത്രമല്ല, ഗ്രാമീണ റോഡുകളുടെയും പ്രവർത്തനം നടക്കുമ്പോഴും ഈ ഒരു സാഹചര്യം നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ്. എല്ലാവർക്കും ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. വീടുകളെല്ലാം വാഹനങ്ങളുണ്ട്. പക്ഷേ ഒരു വണ്ടി മാത്രം പോയാൽ പോരല്ലോ. തിരിച്ച് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BV മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. 14 കോടി രൂപ വിനിയോഗിച്ചാണ് നാദാപുരം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, ജില്ലാ പഞ്ചായത്ത് അംഗം CV നജ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജീന്ദ്രൻ കപ്പള്ളി, നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മാരിയാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നാദാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അരീക്കര നവാസ് പറമേരി TTK അബ്ദുൽ ഹാജിക്ക് വേണ്ടി മകൻ മുബശ്ശിർ. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമായിട്ട് നാളെ 1 വർഷം തികയുമ്പോഴും ദുരിതബാധിതരോട് കടുത്ത അവഗണനയാണ് സർക്കാർ കാണിക്കുന്നതെന്ന ആരോപണവുമായി വാണിമേൽ പഞ്ചായത്ത് UDF നേതാക്കൾ. വിലങ്ങാടിൻ്റെ സമഗ്ര പുനരുദ്ധാരണത്തിനു വേണ്ടി സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച 6 മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കാര്യങ്ങൾ പ്രഖ്യാപിച്ചതല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ ശാശ്വതമായ ഒരു നടപടികളിലേക്ക് നീക്കിയിട്ടില്ല. അതാണ് ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തി 1 വർഷം വരെ കാത്തുനിന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നത്. ഒന്ന്, ഈ വിലങ്ങാട് പ്രദേശത്ത് ഏകദേശം 150ഓളം കുടുംബങ്ങൾ നേരിട്ട് ഇതിന്റെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ അത് അനുഭവിച്ചത്. പിന്നെ കാർഷിക ഭൂമിയിലും കൃഷിക്കാരൊക്കെ അനുഭവിച്ചത്. പക്ഷെ വീടും പൂർണ്ണമായും ഭാഗികമായി നഷ്ടപ്പെട്ട ഏകദേശം 150ഓളം കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾക്ക് അവരുടെ വീട് നിർമ്മാണം, അവരുടെ പുനരധിവാസം ഇതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. അന്ന് ഒറ്റക്കെട്ടായി എല്ലാവരും ഉന്നയിച്ചൊരു ആവശ്യമാണ് വിലങ്ങാടിനൊരു പ്രത്യേക പാക്കേജ് വേണമെന്ന്. വയനാട് ദുരന്തവുമായി കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങളുടെ മരിച്ച ആൾക്കാരുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും മൊത്തത്തിലുള്ള ദുരിതം ഏകദേശം സമാനമായ ദുരിതമാണ്. പക്ഷെ അവിടെ ഒരു സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുകയും വന്ന മന്ത്രിമാർക്ക് അതെന്ത് ചെയ്തു, അത് പാക്കേജ് വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തല്ലാതെ വിലങ്ങാടിന്റെ ഒരു സമഗ്രമായ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. ദുരിതത്തിൽ 150ലധികം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നതായാണ് കണക്ക്. ഇതിൽ 31 പേർക്ക് മാത്രമാണ് വീട് നിർമ്മാണത്തിന് സഹായധനം അനുവദിച്ചത്. ദുരന്തത്തിനിരയായ 35 പേരെ കൂടി ഉൾപ്പെടുത്തി ധനസഹായത്തിനാവശ്യമായ നടപടികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ ഇതു സംബന്ധമായി യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രദേശത്ത് പറഞ്ഞാൽ അതിനുവേണ്ടി
സർക്കാർ ഈ പാലങ്ങൾ തെലങ്കാട് പള്ളിയുടെ മുമ്പിലുള്ള റോഡ് ഇടിഞ്ഞ് തകർന്ന് എപ്പം വേണമെങ്കിലും പോകാവുന്ന ഒരു അവസ്ഥയില്ല. ഞങ്ങൾ പലവട്ടം പറഞ്ഞു തെലങ്കാട് അങ്ങാടി എന്ന് പറയുന്ന അവിടെ ഒരു മല നിൽപ്പുണ്ട്. ആ മരത്തിന്റെ ബലത്തിലാണ് തെലങ്കാട് അങ്ങാടി. ഏതായാലും കഴിഞ്ഞ ഉരുളപൊട്ടൽ പോലുള്ള വെള്ളം വന്നില്ലെങ്കിലും ഈ നല്ല ശക്തമായ വെള്ളം വന്നു. തെലങ്കാട് ഇപ്പം മാഷ് പറഞ്ഞ പോലെ തെലങ്കാട് അങ്ങാടിയിലെ പാട് പണ്ട് സത്യമൊകേരി MLA ആയിരിക്കുന്ന കാലത്ത് അവർ ഉണ്ടാക്കിയ പാലം അത് ഉരുളപൊട്ടലിൽ പോയി. എന്നിട്ട് സത്യമൊകയുടെ കാലത്ത് തന്നെ ഒരു റിപ്പയറിംഗ് നടത്തി വളരെ ഉയരം കുറഞ്ഞ് 2 ഫില്ലർ നിർത്തി ഉയരം കുറഞ്ഞ പാലം. ആ പാലത്തിലടിച്ചിട്ട് വെള്ളം ഇപ്പോഴും തെലങ്കാട് അങ്ങാടിയിലോട്ട് വരും. അത് മാറ്റണമെന്ന് എത്രയോ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. UK വിജയം പോട്ടെ, UK വിജയം 10 വർഷം അതിന് മുമ്പിലത്തെ MLA എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ 15 വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കത്തോലിക്ക സഭയും ഷാഫി പറമ്പിലമ്പിയും പ്രഖ്യാപിച്ച നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. വിലങ്ങാടിന്റെ സമഗ്ര പുനരുദ്ധാരണത്തിനു വേണ്ടി സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച 6 മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പായി ഉപയോഗിക്കാൻ 100 പേർക്കെങ്കിലും താമസിക്കാൻ കഴിയുന്ന ഷെൽട്ടർ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നടപടിയും സ്വീകരിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ദുരന്തത്തിന് ശേഷം പൂർണ്ണമായും ഭാഗികമായും വീട് തകർന്നവർക്ക് താമസിക്കാൻ വാടക വീടുകൾ കണ്ടെത്തിയെങ്കിലും കൃത്യമായ വാടക നൽകാത്തതിനാൽ പലർക്കും വാസയോഗ്യമല്ലാത്ത വീടുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ തിരിച്ചു പോകേണ്ടി വരികയും മഴക്കാലം വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാനും പരിഹാരമാർഗങ്ങൾ എളുപ്പമാക്കാനും വിദഗ്ധ സമിതിയെക്കൊണ്ട് സർവേ നടത്തിയെങ്കിലും അവർ സമർപ്പിച്ച റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഉരുൾപൊട്ടാനും മണ്ണിടിയാനും സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കെട്ടിട നിർമ്മാണം നിരോധിക്കുന്നതിന് പകരം 3 വാർഡുകൾ മുഴുവൻ കെട്ടിട നിരോധനം ഏർപ്പെടുത്തിയത് പ്രദേശത്തുകാർക്ക് നാടുവിടേണ്ട അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ അഷ്റഫ് കൊറ്റാല, NK മുത്തലിബ്, PA ആന്റണി, ഷെബി സെബാസ്റ്റ്യൻ, അനസ് നങ്ങാണ്ടി എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ മികച്ച PM ശ്രീ സ്കൂളുകളുടെ പട്ടികയിൽ പന്തക്കൽ IK കുമാരൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് പ്രഖ്യാപനം നടത്തിയത്. വികസിത ഭാരതം 2047ന്റെ ഭാഗമായാണ് മികച്ച PM ശ്രീ സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന അഖില ഭാരതീയ ശിക്ഷാ സംഗമത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആണ് പ്രഖ്യാപനം നടത്തിയത്. 140 करोड़ देशवासियों की आकांक्षा को, विशेष करके नई पीढ़ी की आकांक्षा को भारत की मूल विचार के साथ, इस सांस्कृतिक आत्मा के साथ, कल्चरल सोल को समझते हुए जिनकी नेतृत्व में NEP 2020 को कल्पना किया गया, जिन्होंने अद्भुतपूर्व जन भागीदारी का एक नई मिसाल खड़ा किया, जिन्होंने पॉलिसी मेकिंग, पब्लिक एंगेजमेंट के तहत एक नई आयाम जिन्होंने जोड़ा, ऐसे डॉक्टर कस्तूरी रंगन जी, इनको मैं आज के अवसर पे श्रद्धांजलि देता हूं, उनको श्रद्धा सुमन अर्पित करता हूं. उनके प्रयास से आज एजुकेशन सिस्टम पे हम पैराडिग्म शिफ्ट कर रहे हैं. हमने आज एजुकेशन पॉलिसी को NEP 2020 को क्लासरूम्स, कैंपस और कम्युनिटी तक पहुंचाने में सफल हुए हैं. സ്കൂളിൽ ഒരുക്കിയ വീഡിയോ കോൺഫറൻസിന് സാക്ഷികളാകാൻ രമേശ് പറമ്പത്ത് MLA, റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ, PM ശ്രീ നോഡൽ ഓഫീസർ വൈസ് പ്രിൻസിപ്പൽ K ഷീബ, മാഹി മുൻ നഗരസഭാംഗം KV മോഹനൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ശിലാഫലകവും സ്ഥാപിച്ചു. ഗവർണറെ സർവകലാശാലകളുടെ തലപ്പത്ത് നിന്ന് മാറ്റുകയെന്നതടക്കം 60 ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI അവകാശ പത്രിക മാർച്ച് നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് അവകാശ പത്രിക മാർച്ച് ഈ കണ്ണൂർ നഗരത്തെ ആവേശഭരിതമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ
ഈ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ഒന്നാമതായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്നുള്ളത് ചാൻസലർ പദവി, സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ മതേതര മനസ്സുകളുടെ ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേടിയ നേട്ടങ്ങളെപ്പറ്റി നമുക്കറിയാം. വിവിധ റാങ്കിങ്ങിൽ കേരളത്തിൽ രാജ്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 100 സർവകലാശാല എടുത്താൽ അതിൽ നമ്മുടെ കേരളത്തിനകത്തെ ക്യുസാറ്റും കേരള സർവകലാശാലയും MG സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാല വരുന്നു. രാജ്യത്തിനകത്ത് ഏറ്റവും മികച്ച 100 കോളേജുകൾ എടുത്താൽ അവിടെ കേരളത്തിനകത്ത് വിവിധ കോളേജുകൾ ഏകദേശം 14ഓളം കോളേജുകൾ വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സർവകലാശാലകളിൽ സ്ഥിര VCയെ നിയമിക്കുക, വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് വെൽഫെയർ ഫണ്ട് നടപ്പാക്കുക, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ അധ്യാപകരുടെ യോഗ്യത ഉറപ്പാക്കുക, ഫെലോഷിപ്പ് തുക വർദ്ധിപ്പിച്ച് ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സംസ്ഥാന കമ്മിറ്റി അംഗം K. നിവേദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഞ്ജലി സന്തോഷ്, ജോയൽ തോമസ്, സ്വാതി പ്രദീപ്, ശരത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പൊതുയോഗം നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളിയാവുക, PFRDA നിയമം പിൻവലിക്കുക, NPS UPS പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ മേഖലാ മാർച്ചിന്റെ മുന്നോടിയായി തലശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സജീവ് ഉദ്ഘാടനം ചെയ്തു. നിലപാടുകളുമായി വരുന്നു, അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ആ അർത്ഥത്തിൽ സിവിൽ സർവീസിനെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്താകെ 1970 ആരംഭിച്ചിട്ടുള്ള ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ള 1990 ശേഷം ആരംഭിച്ചിട്ടുള്ള ലിബറൽ നയങ്ങളുടെ ഭാഗമായി ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്നും സർക്കാരിന്റെ പണിയല്ല, ഇതെല്ലാം സ്വകാര്യ മേഖല ചെയ്തോളും, സർക്കാർ വെറും പൂർത്തിയായി മാത്രം നിന്നാൽ മതി എന്ന രീതിയിലേക്കുള്ള അവകാശവാദങ്ങളുമായി ഭരണാധികാരികൾ രംഗത്ത് വരികയാണ്. അവിടെയാണ് സിവിൽ സർവീസ് സമൂഹം തിരിച്ചറിയേണ്ടത്. നോക്കുക, ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സിവിൽ സർവീസിന് നിലനിൽപ്പുള്ളൂ. ഈ വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസിന് ഒരു പണിയുമില്ല. സിവിൽ സർവീസ് ഈ രീതിയിൽ പോകേണ്ടതില്ല. അതാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NDA ഗവൺമെന്റിന്റെ കാലത്തും മുൻ UPA ഗവൺമെന്റ് കാലത്തുമെല്ലാം അവരുടെ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ഇതെല്ലാം കമ്പോളത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് സിവിൽ സർവീസിനെ ഡൗൺ സൈസ് ചെയ്യുകയാണ്. ഏരിയ പ്രസിഡന്റ് രമ്യ കേളോത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. രഞ്ജിത്ത്, PP. സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ കാരായ്, ഏരിയ സെക്രട്ടറി P. ജിതേഷ് എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി.
ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കല്ലിക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് ഭൂരേഖ കൈമാറൽ ചടങ്ങ് നടന്നു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ KP മോഹനൻ MLA ജില്ലാ രജിസ്ട്രാർ AB സത്യന് ഭൂരേഖ കൈമാറി. കഴിഞ്ഞ 55 വർഷമായി കല്ലിക്കണ്ടിൽ പ്രവർത്തിച്ചു വരുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന് കെട്ടിടം പണിഞ്ഞതിനാവശ്യമായ സ്ഥലത്തിന്റെ രേഖ കൈമാറി. നിലവിലുള്ള ഓഫീസിന്റെ കോമ്പൗണ്ടിൽ തുണ്ടിക്കണ്ടി ഉസ്മാൻ ഹാജിയുടെ സ്ഥലമാണ് ഇതിനുവേണ്ടി നാട്ടുകാരുടെ സഹായത്തോടെ നൽകിയത്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് KP മോഹനൻ MLA കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ AB സത്യന് 8 സെന്റ് ഭൂമിയുടെ രേഖ കൈമാറി.
നമ്മളിന്ന് എഞ്ചിനീയറുടെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇവിടെ വന്നിട്ട് അവരത് തലമുഖത്തിന് നോക്കി അത് നോക്കി ഇപ്പോഴത്തെ DPR തയ്യാറാക്കും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അതിന്റെ പ്ലാൻ എന്നതിനെ കുറിച്ച് കൂടി കാണിച്ചാൽ അത് 1-2 ആഴ്ചയോട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അതിന് മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതോടൊപ്പം സൈഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25 ലക്ഷം രൂപ അതിന് പ്രത്യേക ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ചേർന്ന് 1 കോടി രൂപയാണ് കെട്ടിടത്തിനുള്ളത്. ഇതൊക്കെ തന്നെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയും അതിന്റെ പ്രവൃത്തി കെട്ടിടത്തിന്റെ പ്രവൃത്തി നമുക്ക് സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പേ തുടങ്ങാൻ സാധിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ അധ്യക്ഷനായി. സ്ഥലമെടുപ്പ് സമിതിയുടെ ചെയർമാൻ CKB തിലകൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥലം നൽകിയ ഉസ്മാൻ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. സജീവൻ എതുകുലം, PK മുകുന്ദൻ മാസ്റ്റർ, സമീർ പറമ്പത്ത്, PBK ഹാരിസ്, ദിനേശൻ പൊയിലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥലമെടുപ്പ് സമിതി കൺവീനർ MM മനോമോഹൻ മാസ്റ്റർ സ്വാഗതവും KP ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉഷ രേരോത്ത്, വാർഡ് മെമ്പർ നാണു ചാക്കേരി, സബ് രജിസ്ട്രാർ V ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ നടക്കും. മുനിസിപ്പൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പതാക ഉയർത്തുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനീതിയുടെ കാലത്തെ യുവതിയുടെ തിരുത്ത് എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിക്കുകയും ജൂലൈ മാസം 1 മുതൽ ജൂലൈ മാസം ലാസ്റ്റ് വരെ ശാഖാ കമ്മിറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 30, 31, 1 തീയതികളിലാണ് സംസ്ഥാന തലത്തിൽ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നതിന് ഷെഡ്യൂൾ വെച്ചത്. ഈ മാസം ലാസ്റ്റിൽ ശാഖാ കമ്മിറ്റികൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ശാഖാ കമ്മിറ്റികൾ രൂപീകരിക്കുക. അതിനുശേഷം വരുന്നതാണ് മുനിസിപ്പൽ പഞ്ചായത്ത് തല സമ്മേളനങ്ങളിലൂടെ പഞ്ചായത്ത് തല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കൽ. അതിൻ്റെ കേരളത്തിലെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഈറ്റില്ലമായ തലശ്ശേരിയിലാണ് മുനിസിപ്പൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 30, 31, 1 തീയതികളിലാണ് തലശ്ശേരിയിൽ വെച്ചിട്ടുള്ളത് സമ്മേളനം. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷാ തങ്ങളാണ്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ്, സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട്, മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, KT സാദുള്ള സാഹിബ് അടക്കമുള്ള അഡ്വക്കേറ്റ് K ലത്തീഫ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ സംഘടിപ്പിക്കുന്ന 3 ദിവസം നിൽക്കുന്ന സമ്മേളനമാണ് യൂത്ത് ലീഗ് ഇവിടെ വെച്ചത്. 30 രാവിലെ 9 മണിക്ക് മുനിസിപ്പൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പതാക ഉയർത്തും. തുടർന്ന് തലമുറ സംഗമവും ഭാഷാ സമര അനുസ്മരണവും നടക്കും. 31 നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. തുടർന്ന് പൊതുസമ്മേളനവും സേവന വണ്ടി സമർപ്പണവും നടക്കും. ആഗസ്റ്റ് 1 വൈകിട്ട് 4 മണിക്ക് തലശ്ശേരി ശിഹാബ് തങ്ങൾ സൗധത്തിൽ കൗൺസിൽ മീറ്റും പുതിയ മുനിസിപ്പൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടക്കും. സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, P ഇസ്മയിൽ, അഷ്റഫ് എടനീർ, CK മുഹമ്മദ് അലി, വൈറ്റ് ഗാർഡ് സംസ്ഥാന കോർഡിനേറ്റർ ഫൈസൽ ബാഫക്കി തങ്ങൾ, നസീർ നെല്ലൂർ, PC നസീർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ തഫ്ലീം മാണിയാട്ട്, ജംഷീർ മഹമ്മൂദ്, റമീസ് നരസിംഹ, അഫ്സൽ മട്ടാമ്രം, KV മജീദ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി MBS സ്കൂളിന് ഇനി പുതിയ മുഖം. സ്കൂളിന് മുൻവശത്തായി പണിത കൂറ്റൻ പ്രവേശന കവാടം, പുതുക്കി പണിത കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു. തലശ്ശേരി MES ബാബ റെസിഡൻഷ്യൽ സ്കൂളിന്റെ പുതുക്കിയ പ്രവേശന കവാടം കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ പ്രവേശന കവാടം നിർമ്മിച്ചത്. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ പ്രവേശന കവാടം കുട്ടികൾക്ക് തുറന്നുകൊടുത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.
MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ് അധ്യക്ഷനായി. പ്രവേശന കവാടത്തിനു പുറമെ കിഡ്സ് പാർക്കിന്റെ നവീകരണവും നടന്നു. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആധുനിക ടെക്നോളജികളെ പരമാവധി ഉപയോഗപ്പെടുത്തിയും പുതുതലമുറയെ മികവിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് MES ലക്ഷ്യമിടുന്നതെന്ന് MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു. പൈസ ചെലവഴിക്കാൻ MESന് പണിയില്ല. പക്ഷേ അതിൻ്റെ ഔട്ട്കമാണ് മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ന്യൂനമാനത്തിന് പോലെ നല്ലൊരു പ്രിൻസിപ്പളിനെയും ടീച്ചർമാരെ അപ്പോയിന്റ് ചെയ്യുക, അതൊക്കെയാണ് മാനേജ്മെന്റ് ചെയ്യുക. പക്ഷേ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, കുട്ടികളുടെ അക്കാഡമിക് മികവ്, മറ്റ് ടാലന്റുകൾ അത് ടീച്ചേഴ്സും രക്ഷിതാക്കളും സ്കൂളിന്റെ പരിക്കൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരുന്നവരെ എനിക്ക് ഉത്തരവാദിത്വമില്ലാതെ രക്ഷിതാക്കൾ കരുതരുത്. പിന്നെ ടീച്ചർമാരുടെ പണിയാണെന്ന് കരുതരുത്. വീട്ടിൽ വന്നാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ടാവണം. നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ കുട്ടികളെയൊന്നും പറയാൻ പാടില്ല. ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറയാം. ഉടനെ താരതമ്യം ചെയ്ത് മാർക്ക് കുറഞ്ഞതിന് വഴക്ക് പറയുകയല്ല, കുഴപ്പമില്ല, ഞാൻ പഠിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ മോശപ്പെട്ട മാർക്കായിരുന്നു, സത്യവതാണ്. എന്നാലും PTA പ്രസിഡന്റ് CP അജീഷ്, വൈസ് പ്രസിഡന്റ് AK സുമയ്യ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ നൂറി P റഫീഖ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ M മഞ്ചരി നന്ദിയും പറഞ്ഞു. കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. പ്രശസ്ത കവിയും സിനിമാ ഗായകനും രമേശ് കാവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താൻ രചിച്ച ഗാനം ആലപിച്ചുകൊണ്ടാണ് രമേശ് കാവിൽ നിറം ആദരായനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൽക്കട്ടയിലെ പൊട്ടിപ്പൊളിഞ്ഞ ഹൈദരി ഹൗസ് എന്ന് പറയുന്ന വീട്ടിൽ ഒരു ആഹാരവും കഴിക്കാതെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം സമരം ചെയ്തുകൊണ്ടിരുന്നത്, ഉപവസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അച്യുതാനന്ദൻ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അദ്ദേഹത്തിന് മുന്നിൽ തോറ്റുപോയി. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ മാസ്റ്റർ അധ്യക്ഷനായി. JCI ദേശീയ പരിശീലക ഡോക്ടർ ഷിബി P വർഗീസ് ക്ലാസ് എടുത്തു. ബാലകൃഷ്ണൻ മൊഗേരി, സിനിമാ സംവിധായകൻ പ്രദീപ് ചൊക്ലി എന്നിവർ സംസാരിച്ചു. നിറം സെക്രട്ടറി B ബൈജു സ്വാഗതവും ട്രഷറർ സനൽ പറമ്പത്ത് നന്ദിയും പറഞ്ഞു. വാഗ്ബടാനന്ദ പുരസ്കാര ജേതാവ് സാഹിത്യകാരൻ പന്നിന്നൂർ ബാസി, ഇന്ത്യൻ വോളിബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അനാമിക അനീഷ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. ചുക്ലി ആണ്ടിപ്പീടിക അമരന്തൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം മേരാ യുവഭാരത് കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ദിനാചരണ മത്സരവും സംഘടിപ്പിച്ചു. ആണ്ടിപ്പീടിക മേനപ്പുറം പൊതുജന വായനശാല പരിസരത്തിലാണ് പരിപാടി നടന്നത്. റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ VC റോജസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ പദ്ധതികളും ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കുറച്ച് വൈകി എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ കാലാവസ്ഥ എല്ലാം നമുക്ക് വളരെ പ്രതികൂലമായിട്ടാണ് എപ്പോഴും അനുഭവപ്പെടാറുള്ളത്. ജമ്മുകാശ്മീരിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ അവസ്ഥകൾ നിങ്ങൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കാട്ടും ഒരുപാട് മേലെ. നമ്മളിവിടെ ഈ കാണുന്ന ഭൂപ്രകൃതി ഒന്നുമല്ല അവിടെ, നമ്മളിവിടെ ഈ കാണുന്ന കാലാവസ്ഥയൊന്നുമല്ല അവിടെ. അവിടെയുള്ള ജനങ്ങൾ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. എല്ലാ രീതിയിലും നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. മഞ്ഞുമലകളും എല്ലാം കാടും എല്ലാം യാതൊരു വിധത്തിലും നമുക്ക് അനുകൂലമല്ലാത്തൊരു ലൊക്കേഷനാണത്. അപ്പം ഇതിനെ മനസ്സിലാക്കാൻ കുറച്ച് വൈകി. അതുകൊണ്ടാണ് പിന്നെ അതിനുശേഷം ജൂൺ 1 കൂടിയാണ് മനസ്സിലായത് അവർ നമ്മളെ അതിക്രമിച്ച് മുന്നോട്ട് വരാനുള്ള പരിപാടിയായിരുന്നു എന്നുള്ളത്. റിട്ടയർഡ് അധ്യാപിക K പ്രേമി അധ്യക്ഷയായി. പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് N അനൂപ്, ക്ലബ്ബ് പ്രസിഡന്റ് NK ആശിഷ്, ക്ലബ്ബ് മെമ്പർ KP സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
പൂക്കോം ഇരഞ്ഞിക്കുളങ്ങര LP സ്കൂളിൽ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിണർ സമർപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വന്നു. ഈ വിദ്യാലയം തന്നെ പണ്ടിങ്ങനെ ആയിരുന്നില്ല. മാനേജറും അതോടൊപ്പം തന്നെയുള്ള ആളുകളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് വിദ്യാലയങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥി സൗഹൃദ വിദ്യാലയമായിട്ട് മാറി. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഇരിക്കാനും ഒക്കെ തന്നെയുള്ള ബെഞ്ചും ഡെസ്കും അതോടൊപ്പം തന്നെ വായിക്കാനുള്ള പുസ്തക സൗകര്യങ്ങളും ഒക്കെ തന്നെ. ഈ വിദ്യാലയത്തിലും ഒരു അലമാരിയും പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ സ്പോർട്സ് കിറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകരോടൊക്കെ തന്നെ പറയാനുള്ള കുട്ടികളെ കളിക്കാൻ വിടണം. ചെസ് ബോർഡുണ്ട്, അതോടൊപ്പം തന്നെ സ്കിപ്പിങ്ങിന്റെ കയറുണ്ട്, ഷട്ടിൽ ബാഡ്മിന്റനുണ്ട്, ബോളും ഷട്ടിലും ബാറ്റും നെറ്റും ഉണ്ട്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. കനറ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉപകരണങ്ങൾ പാനൂർ AEO ബൈജു കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സീനിയർ മാനേജർ VK ജിജേഷ്, മാനേജർ KT റംഷീന, നഗരസഭാ കൗൺസിലർമാരായ KK സുധീർകുമാർ, CH സ്വാമിദാസൻ, PTA പ്രസിഡന്റ് നിജീഷ് കളരി, പ്രധാനാധ്യാപകൻ KV പ്രദീപൻ, രാജൻ കക്കാടരവിട തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ഒളവിലം SUM സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കൊടുക്കാൻ പറയുന്ന ജീവിതത്തിൽ
സ്കൂളുകളിൽ ഇതുപോലെ പെയിന്റിംഗ് ക്ലാസ്, അതുപോലെ ഡ്രോയിങ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. നിങ്ങളെ കഴിവുകളെ കണ്ടെത്താൻ അത് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ക്ലാസ് ഉണ്ടാവാം, ഇതുപോലെ പാട്ടുപാടുകളൊക്കെ ഉണ്ടാവാം, സ്പോർട്സ് ഉണ്ടാവാം, അങ്ങനെയുള്ളൊക്കെ ഒരുപാട് കഴിവുകൾ കുട്ടികളായിരിക്കും. എല്ലാ വിഷയവും ഇപ്പോൾ നമ്മുടെ ഒരു കണക്ക് പീരീഡ് കഴിഞ്ഞു, നമ്മുടെ ആകെ കണക്കിന്റെ തലയിലായിരിക്കും അടുത്തൊരു ഡ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആയിരിക്കും. അതാണ് റീഫ്രഷാണ് അടുത്ത പീരീഡ്. പിന്നെ അടുത്ത സയൻസിലേക്കോ അല്ലെങ്കിൽ ഓരോ പീരീഡിലേക്കോ അങ്ങനെ കുറച്ചുകൂടി ഫ്രഷാവും. കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂളുകളിൽ ഡ്രോയിങ് ക്ലാസ്സുകളും സ്പോർട്സും അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതായിരുന്നു. അതായത് പിന്നെ ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കഴിവുണ്ടാവും. നമുക്ക് ജന്മനായ ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് ഉണ്ടാകുന്നതായിരുന്നു സന്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളും നിങ്ങളുടെ കഴിവിന് ഒരുപാട് പ്രോത്സാഹിക്കുക. കഴിവുള്ള നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൊച്ചിയാണ്, അവർ പറയുന്നത്. പിന്നെ ഒരു പ്രൈസ് കിട്ടുന്നത് പറയുന്നൊരു മാനദണ്ഡമുണ്ട്. ശരിക്കും പ്രമുഖ പ്രഭാഷകനും സാഹിത്യകാരനുമായ എം ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ ഇന്ത്യയുടെ ഇതിൽപ്പെട്ടിരിക്കുന്ന അന്തമാൻ നിക്കോബാർ ഐലൻഡിലാണ് സെല്ലുലാർ ജയിൽ ഞാൻ കണ്ടത്. അവിടെയാണ് നാടുകടക്കുന്നത്. ആ ജയിലിന്റെ പ്രത്യേകത അവിടെ എത്തിപ്പെട്ട ഒരു തടവുകാരന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട പോലത്തെ ജയിലൊന്നുമല്ല. ഞാൻ നേരിൽ കണ്ടത് ആ ജയിലിന്റെ നിർമ്മാണം ആ രീതിയിലാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് ജയിലിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു വശത്ത് ബംഗാൾ ഉൾപ്പെടെ തിളച്ചുമറിയുന്ന ബംഗാൾ ഉൾപ്പെടെ ജയിലിലെ മുറികൾ എന്ന് പറയുന്നത് ജയിലിന്റെ നിർമ്മാണം പ്രത്യേക രീതിയിലാണ്. ആ മുറിയുടെ പ്രത്യേകത ഒരാൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ മുറിയാണ്. എന്നിട്ട് വളരെ മേലെ തല ഉയർത്തിയാൽ മാത്രം കാണാവുന്ന ഒരു ചെറിയ പഴുതിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചമേ ഉള്ളൂ. എല്ലാ ദിവസവും എന്നോണം ആളുകളെ തൂക്കിലേറ്റിക്കൊണ്ടിരുന്നു. അവർ ആ കൊലക്കാരിൽ ഇപ്പോൾ കാണാം. അവിടെ പോയി കഴിഞ്ഞു മനുഷ്യന്മാരെയാണ് ഈ ചക്കാട്ടി എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം തടവുകാരെ ഉപയോഗിക്കും. മൃഗങ്ങൾക്ക് പകരം ഈ എണ്ണയാക്കാൻ വേണ്ടിയിട്ട് ഈ തടവുകാരെ കെട്ടിയിട്ട് അവർ ഈ ചക്രത്തിന് ചുറ്റും നടന്ന് എണ്ണയാണ്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, മാനേജർ സുലൈമാൻ, ചെയർമാൻ ഇ ഷറഫുദ്ദീൻ, കൺവീനർ VK ഖാലിദ്, അബ്ദുൽ നസീർ, PTA വൈസ് പ്രസിഡന്റ് ഹാറൂൺ, അസ്ലം എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ N ഹരിദാസ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ T വീണ നന്ദിയും പറഞ്ഞു. JCIയുടെ സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർസ് പ്രോഗ്രാമിന്റെ ഭാഗമായി പാനൂർ നഗരസഭയിലെ 19ഓളം ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. പാനൂർ JCIയുടെ നേതൃത്വത്തിലാണ് ആദര പരിപാടി ഒരുക്കിയത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. താങ്ങായും തണലായും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒപ്പം അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരുന്ന ഒരു സംഘടനയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് JCI. വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ അവർ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക സന്നദ്ധ സംഘടനയാണ് JCI. നമ്മുടെ നഗരസഭയുടെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നിസ്വാർത്ഥമായി അത് ചെയ്യാനും ഒക്ടോബർ 2 ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായി ഈ ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നഗരസഭയോടൊപ്പം നിന്നവരാണ് JCI. JCI പാനൂർ വൈസ് പ്രസിഡന്റ് KM റയീസ് അധ്യക്ഷത വഹിച്ചു. JCIയുടെ സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർസ് പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ മാസവും വിവിധ മേഖലകളിൽ സേവനം നടത്തുന്നവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ്
പാനൂർ നഗരസഭയിലെ കണ്ടീജന്റ് തൊഴിലാളികൾക്ക് ആദരവ് നൽകിയത്. ഹാരിസ് അസ്ദ, നിധിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KV നൌഷാദ് സ്വാഗതവും OT അബ്ദുള്ള നന്ദിയും പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കർക്കടക ഫെസ്റ്റിന് തുടക്കമായി. മരളികെട്ട് ടൗൺ സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർക്കടക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ നിർവഹിച്ചു. ഇതുതന്നെയാണ് നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പണ്ട് മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പൊ ആ ചുവര് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അത് കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആരോഗ്യം പരമപ്രധാനമാണ്. അപ്പൊ ആ ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ക്ലാസ് ലഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉള്ള കാര്യമാണ്. എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെ വളരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കർക്കിടക ഫെസ്റ്റിന് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള യാതൊരു മായവും കലർപ്പും ഇല്ലാത്ത ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂടി ഈ ഫെസ്റ്റില് വളരെ നല്ല രീതിയിൽ 3 ദിവസങ്ങളിലായിട്ട് ഇന്നും നാളെയും മറ്റന്നാളെയായിട്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും, ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല അല്ലേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇനി എല്ലാ പ്രായത്തിലും ഉള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. അജിത അധ്യക്ഷയായി. കർക്കിടകത്തിലെ ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കാപ്പാട് ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലയ ബേബി ക്ലാസ് എടുത്തു. മാഡം പറഞ്ഞ പോലെ കുറച്ച് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കള്ളക്കർക്കിടകം, ഞാൻ പറയേണ്ടതിന് ഇൻട്രൊഡക്ഷൻ എല്ലാം മാഡം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കള്ളക്കർക്കിടകം എന്നാ പറയാം. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റില്ല, എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ കർക്കിടക രാശി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. കർക്കിടക രാശിയുടെ സിമ്പൽ ഓർമ്മയുണ്ടാവും, ഞണ്ടാണ്. അപ്പം ശരിക്കും ഞണ്ട് എന്താ ചെയ്യുക, ഇറുക്കി പിടിക്കും. അപ്പം ഞണ്ട് ഇറുക്കുന്നത് പോലെ നമ്മുടെ സാമ്പത്തികവും ആരോഗ്യവും എല്ലാം ഇറുക്കി നമ്മളെ ഒരു വശത്താക്കുന്ന ഒരു മാസം എന്ന് വേണമെങ്കിൽ കർക്കിടകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. CDS ചെയർപേഴ്സൺ P. ഷൈജ, ജീവ ജോയ്, ബിഷ, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. മയ്യഴിയിലെ പുരാതന കുടുംബമായ ഇടമലത്ത് കുടുംബസംഗമത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിന്റെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്റർ ബ്ലഡ് സെന്ററിലേക്കാണ് രക്തദാനം നടത്തിയത്. മയ്യഴിയിലും പുറത്തും സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റി മേഖലകളിൽ നിറസാന്നിധ്യമാണ് ഇടവലത്ത് കുടുംബം. കുടുംബസംഗമത്തിന്റെ ഭാഗമായാണ് ഔട്ട്റീച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുതിർന്ന അംഗം K. മമ്മു ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇതായിട്ടാണ് ഞാൻ കേട്ടത്. ഫാമിലി കൊടുക്കുന്നത്, അതായത് രക്തദാന ക്യാമ്പ് ഉണ്ടല്ലോ, അത് നടത്തുന്നത് ഇടവലത്തിന്റെ കുടുംബാംഗ സംഘടന സന്നദ്ധ രക്തദാന ക്യാമ്പ് ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ 24 ആളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര ആളിതാവുമെന്ന് അറിയില്ല. പിന്നെ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ബ്ലഡ് ബാങ്ക് ഡോണേഴ്സ് കേരള എന്നോട് നന്ദി പറയുന്നു. അതിൽ റിയാസ് എനിക്ക് തോന്നുന്നത് 92ാമത്തെ ക്യാമ്പിങ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടത്. K. ഹാഷിം അധ്യക്ഷനായി. K. പർവീസ് സ്വാഗതം പറഞ്ഞു. K. റീന, MCC ബ്ലഡ് സെന്റർ ഇൻചാർജ് ഡോക്ടർ ശ്വേത, കൗൺസിലർ റോജ, PP റിയാസ്, K. അഭിജിത്ത്, അലി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള 3ാം വാർഷിക സമ്മേളനവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. എരഞ്ഞോളിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി K. മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വാർഷിക സമ്മേളനം റെന്നി K. മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ ഈ ഒരു യോഗം കൂടുമ്പോൾ നമ്മൾ രക്തദാസ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമുക്കറിയാം, നമ്മൾ സ്വന്തം ജീവനോടും സംഘടന സ്നേഹിക്കുകയും സംഘടനയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഓരോ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി പ്രവർത്തിക്കുകയും സ്വന്തം തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്
ഈ സംഘടനയിൽ അലിഞ്ഞുചേരുകയും ചെയ്തൊരു വ്യക്തിയാണ് ക്ലാസ് മാസ്റ്റർ. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്നൊരു പൊട്ടുപോലെ അദ്ദേഹം മാഞ്ഞുപോയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം 1985 രൂപകൊണ്ട അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളമാണ് നമ്മുടെ ഈ സംഘടന. ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഏകദേശം 303 യൂണിറ്റുകളിൽ പ്രവർത്തനം നടത്തി വരുന്നു. 14 ജില്ലകളിലായി. അത് കേരളവും കടന്ന് കർണാടകവും അതുപോലെ തമിഴ്നാട്. എരഞ്ഞോളിപ്പാലം റിവർസൈഡ് വർക്ക്ഷോപ്പിലാണ് പരിപാടികൾ നടന്നത്. സംഗീത മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സണ്ണി ആദരിക ചടങ്ങ് നടത്തി. പി സുനിൽ സംഘടനാ വിശദീകരണം നടത്തി. NK സുധാകരൻ വെൽഫെയർ ഇൻഷുറൻസ് വിശദീകരണം നടത്തി. KK സജേഷ് പ്രവർത്തന റിപ്പോർട്ടും രഞ്ജിത്ത് വരവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K രഞ്ജിത്ത് കുമാർ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി K സുരേഷ് ബാബു സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് T രാജീവൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നേഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നേഴ്സിന്റെ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ. ആറളം സ്വദേശിനിയായ ഹോം നേഴ്സിനെയും ഭർത്താവിനെയും പിടികൂടാൻ വ്യാപക തിരച്ചിൽ. പെരിങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തലശ്ശേരി തൊട്ടിൽപ്പാലം റോഡിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് കേസെടുത്തത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ആഗസ്റ്റിൽ നാടിനായി സമർപ്പിക്കും. കൊടുവള്ളിയിൽ വർഷങ്ങളായി തുടരുന്ന വാഹനക്കുരുക്കിനാണ് ഇതോടെ പരിഹാരമാവുക. രാജ്യത്തുടനീളം തീർപ്പാകാതെ കിടക്കുന്ന നിയമപരമായ കേസുകൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയുടെയും നാഷണൽ ലീഗൽ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിന് ജില്ലയിലും തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.